Already discussed about the exponential function. Now we move into logarithmic function. For a complex number z not equal to 0, that is a non-zero, for a non-zero complex number, we define the logarithmic function as ln z equal to log z equal to log mod z plus I into argument z. That's equal to log mod z plus, we know that small argument of z means capital argument z plus 2n pi or 2k pi, where n belongs to z, n is an integer. So this is the definition of logarithmic function. Log z equal to log mod z plus I into argument z. ഏത് കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതാണോ നമുക്ക് കാണേണ്ടത്, അത് കാണുന്നതിന് എന്ത് ചെയ്താൽ മതി, ലോഗ് ഓഫ് മോഡുലസ് ഓഫ് സെറ്റ്. ഇവിടെ മോഡ് സെറ്റ് നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതൊരു റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൻ്റെ ലോഗ് ആണ് നമുക്കറിയാം. സോ ലോഗരിതം ഓഫ് മോഡുലസ് ഓഫ് ദാറ്റ് നമ്പർ പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ദാറ്റ് നമ്പർ. ആർഗ്യുമെൻറ്റ് മീൻസ് സ്മാൾ ആർഗ്യുമെൻറ്റ്, അതിനെ ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റിൻ്റെ ഫോമിൽ എഴുതിയാൽ ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് സെറ്റ് പ്ലസ് 2n പൈ, അല്ലെങ്കിൽ നമുക്ക് തീറ്റ പ്ലസ് 2n പൈ എന്ന് എഴുതാം, where n belongs to z. Now we have the definition log z as log mod z plus I into theta plus or argument z, capital argument z plus 2n pi, where n in z. So if we take n equal to 0, then we get log mod z plus I into theta. If n equal to 1, we get log mod z plus I into theta plus 2 pi. So എന്നിന് ഡിഫറൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ലോഗ് സെഡിന് ഡിഫറൻറ്റ് വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സെഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ എടുത്താൽ ലോഗ് 1 പ്ലസ് ഐ നമ്മൾ കണ്ടാൽ വി ഗെറ്റ് ലോഗ് മോഡ് 1 പ്ലസ് ഐ പ്ലസ് ഐ ഇൻറ്റു തീറ്റ പ്ലസ് 2n പൈ, ആർഗ്യുമെൻറ്റ് ഓഫ് 1 പ്ലസ് ഐ പ്ലസ് 2n പൈ. അപ്പോൾ എന്നിന് ഡിഫറൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ലോഗ് 1 പ്ലസ് ഐക്ക് ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടും. സോ അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആവില്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എവറി പോയിൻ്റ് ദർ എക്സിസ്റ്റ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. ഒരു പോയിൻ്റ് എടുത്താൽ അതിന് ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ, ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ ലോഗ് 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഐയുടെ ലോഗ് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിന് ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ ആ ലോഗിനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തത് ലോഗരിതമിക് ഫംഗ്ഷൻ എന്നാണ്, പക്ഷേ ഈ ഡെഫിനിഷൻ പ്രകാരം ഇതൊരു ഫംഗ്ഷൻ അല്ല. സോ അതിനൊരു ഫംഗ്ഷനാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അതിനൊന്ന് റീഡിഫൈൻ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം എന്നാണ്. നമ്മൾ ആർഗ്യുമെൻറ്റ് സെറ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ വാല്യൂ എടുത്തിരുന്നു. സ്മാൾ ആർഗ്യുമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിനെ നമ്മൾ ക്യാപിറ്റൽ ആർഗ് സെറ്റ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ലോഗരിതമിക് ഫംഗ്ഷനും ഒരു പ്രിൻസിപ്പൽ വാല്യൂ ഉണ്ട്, അതൊരു ഫംഗ്ഷനായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ നേരത്തെ ln z എന്നാണ് എഴുതിയത്. പ്രിൻസിപ്പൽ വാല്യൂവിനെ നമ്മൾ ക്യാപിറ്റൽ ln z, എൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ln z ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത് ലോഗ് മോഡ് z, ഇവിടുത്തെ എൽ സ്മോൾ n ആണ് കേട്ടോ, ലോഗ് മോഡ് z പ്ലസ് ഐ ഇൻറ്റു സ്മാൾ ആർഗ്യുമെൻ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ആർഗ്യുമെൻ്റായി മാറും. സോ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം ഈസ് ഡിഫൈൻഡ് ആസ് ln z ഈക്വൽ ടു log mod z plus I into capital argument z where z not equal to 0. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് നമുക്കറിയാം ഒറ്റ വാല്യൂ വരുള്ളൂ. സോ ദിസ് ബിക്കം എ ഫംഗ്ഷൻ. നൗ വി കൺസിഡർ certain പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ മറന്നു പോയത് സ്മാൾ ln സെഡിൻ്റെയും ക്യാപിറ്റൽ ln സെഡിൻ്റെയും ഏതാണ് പ്രോബ്ലത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്, ലോഗരിതമിക് ഫംഗ്ഷനാണോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണ്ട ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നൗ വി ഹാവ് സർട്ടൻ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ റിയൽ കേസിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്. z1ഉം z2ഉം രണ്ട് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ln സ്മാൾ ln ആണ് z1 z2, ലോഗ് z1 z2 നമുക്കറിയാം ലോഗ് ab എന്ന് പറയുമ്പോൾ ലോഗ് a പ്ലസ് ലോഗ് b സെയിം റിസൾട്ടാണ് ലോഗ് z1 പ്ലസ് ലോഗ് z2. സോ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ് നോക്കാം. ln z1 z2 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ലോഗ് മോഡ് z1 z2 പ്ലസ് ഐ ഇൻറ്റു
സ്മാൾ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 ആണ്. അപ്പോൾ ലോഗ് മോഡ് എ ബിനെ നമുക്ക് മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതാം. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് Z1 Z2. ഇനി ലോഗ് എ ബി ഇവിടെ മോഡ് Z1 മോഡ് Z2 ആണ്. അപ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എല്ലായ്പ്പോഴും ഒരു റിയൽ നമ്പറാണ് വരിക. √(x² + y²). അതിൽ പിന്നെ ഐ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തായി, നമുക്ക് റിയൽ കേസ് അപ്ലൈ ചെയ്യാം. അതായത് ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് എന്നുള്ള റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടുത്തെ മോഡ് Z1 മോഡ് Z2 എന്തല്ല, കോംപ്ലക്സ് നമ്പർ അല്ല. ലോഗ് മോഡ് Z1 പ്ലസ് ലോഗ് മോഡ് Z2 പ്ലസ് ഇനി ആർഗ്യുമെൻറ്റിനും ഇതേപോലെ റിസൾട്ട് ഉണ്ട്. നമ്മൾ ആർഗ്യുമെൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ആർഗ്യുമെൻറ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് എ പ്ലസ് ആർഗ്യുമെൻറ്റ് ബി ആണെന്ന്. അപ്പോൾ ആർഗ്യുമെൻറ്റ് Z1 പ്ലസ് ഐ കോമൺ ആയിരിക്കും ആർഗ്യുമെൻറ്റ് Z2. അപ്പോൾ ഇനി Z1ൻ്റെ ലോഗരിതും ആർഗ്യുമെൻറ്റ് ഒരുമിച്ച് എഴുതുക, അതുപോലെ Z2ൻ്റെ എഴുതുക. വി ഗെറ്റ് ലോഗ് മോഡ് Z1 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് Z1, അതുപോലെ പ്ലസ് ലോഗ് മോഡ് Z2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് Z2. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് log of Z1 plus this is the definition of log of Z2. So log Z1 Z2 equal to log Z1 plus log Z2. ഇനി ഇതുപോലെ തന്നെ കോഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ്. ദാറ്റ് ഈസ് Z1 ആൻഡ് Z2 ആർ ടു നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ ലോഗ് Z1 ബൈ Z2 ലോഗ് എ ബൈ ബി ഫോമിലാണ്. ലോഗ് Z1 മൈനസ് ലോഗ് Z2 ആയിരിക്കും. Similarly, by using definition, log Z1 by Z2 equal to log mod Z1 by Z2 plus I into argument of Z1 by Z2. ഇനി ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം മോഡുലസ്. ലോഗ് മോഡ് Z1 ബൈ മോഡ് Z2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2. ഇനി ഇവിടെ റിയൽ കേസ് അപ്ലൈ ചെയ്യാം. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ ലോഗ് മോഡ് Z1 മൈനസ് ലോഗ് മോഡ് Z2 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് ഓഫ് എ മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് ബി ആണ്. ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. നമ്മൾ പോളാർ ഫോമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഗ് മോഡ് Z1, ഇനി Z1ൻ്റെ ഒരുമിച്ച് എഴുതാം. ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. മൈനസ് ഓഫ് ലോഗ് മോഡ് Z2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z2 എന്ന് വരും. സോ ഫസ്റ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലോഗ് Z1 മൈനസ് സെക്കൻഡ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലോഗ് Z2. സോ log ഓഫ് Z1 ബൈ Z2 ഈക്വൽ ടു ലോഗ് Z1 മൈനസ് ലോഗ് Z2. ഇപ്പോൾ ഇത് ആദ്യം അറിയാവുന്ന റിസൾട്ടുകളാണ്. നിങ്ങൾ നമ്പേഴ്സിൻ്റെ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ റിസൾട്ട് കോംപ്ലക്സ് നമ്പറിനുണ്ട്, നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിനുണ്ട് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. സ്മാൾ ലോഗരിതത്തിനാണ് ശ്രദ്ധിക്കണം. നമ്മൾ ക്യാപിറ്റൽ LNനല്ല, പ്രിൻസിപ്പൽ വാല്യൂസിനല്ല ഇതൊന്നും പ്രൂവ് ചെയ്യുന്നത്, സ്മാൾ LNനാണ് എന്ന് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇൻറ്റിജർ പവറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദറ്റ് ഈസ് Z ഈസ് എനി നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആൻഡ് N ഈസ് ആൻ ഇൻറ്റിജർ. ദെൻ ലോഗ് Z റൈസ് ടു N ഈക്വൽ ടു N ലോഗ് Z. ഈ റിസൾട്ടും പഠിച്ചിട്ടുണ്ടാവും. ലോഗ് A റൈസ് ടു B ഈക്വൽ ടു ലോഗ് A റൈസ് ടു B ഈക്വൽ ടു B ലോഗ് A എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേ റിസൾട്ടാണ് ലോഗ് Z റൈസ് ടു N ഈക്വൽ ടു N ലോഗ് Z. സോ നമുക്കറിയാം ലോഗ് Z റൈസ് ടു N എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് Z റൈസ് ടു N എന്ന് പറഞ്ഞാൽ എന്താ, Z-നെ N ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇപ്പോൾ 2 ക്യൂബ് മീൻസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്, 3 ടൈംസ്. അപ്പോൾ Z റൈസ് ടു N എന്ന് പറഞ്ഞാൽ Z ഇൻറ്റു എക്സെട്രാ Z N ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇനി നമുക്കറിയാം, നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചു, എന്ത് രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ട് പഠിച്ചു. ലോഗ് Z1 Z2 എന്ന് പറഞ്ഞാൽ ലോഗ് Z1 പ്ലസ് ലോഗ് Z2 ആണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 3 എണ്ണമായാലും 4 എണ്ണമായാലും ഇതേപോലെ തന്നെയാണ് വരിക. സോ ഇവിടെ N ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും പ്ലസ് ആക്കി എഴുതാം. ലോഗ് Z പ്ലസ് ലോഗ് Z പ്ലസ് എക്സെട്രാ പ്ലസ് ലോഗ് Z എത്ര ടൈംസ് ഉണ്ടാവും? N ടൈംസ് ഉണ്ടാവും. അതായത് ലോഗ് Z കോമൺ ആയിട്ടെടുത്താൽ 1 പ്ലസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് 1 N ടൈംസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് N
log z എന്ന് കിട്ടും. ദറ്റ് ഈസ് log z ഹോൾ റൈസ് ടു n ഈക്വൽ ടു log z റൈസ് ടു n ഈക്വൽ ടു n log z. അപ്പോൾ 3 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. പ്രൊഡക്റ്റിൻ്റെ ലോഗരിതം, കോഷ്യൻറ്റിൻ്റെ ലോഗരിതം, അതുപോലെ ഒരു ഇൻറ്റിജർ പവറിൻ്റെ ലോഗരിതം z1 z2, അതുപോലെ z1/z2, ദെൻ z റൈസ് ടു n. ഈ 3 എണ്ണത്തിൻ്റെയും ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു. ഇനി 3 പ്രോപ്പർട്ടിയും അപ്ലിക്കബിൾ ആകുന്നത് സ്മാൾ എൽ എന്നിന് മാത്രമാണ്. സ്മാൾ എൽ എൻ ഓൺലി. ക്യാപിറ്റൽ എൽ എന്നിന് ഇത് പോസിബിൾ അല്ല. അതായത് ക്യാപിറ്റൽ എൽ എൻ ഓഫ് z1 z2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ എൻ z1 പ്ലസ് ക്യാപിറ്റൽ എൽ എൻ z2 എന്ന് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാ കേസിലും പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ z1/z2, z റൈസ് ടു n എല്ലാം ഇതുപോലെ തന്നെ എഴുതാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇതെല്ലാം ഇപ്പോഴും ട്രൂ ആവണമെന്നില്ല. അപ്പോൾ സ്മാൾ എൽ എന്നിനാണ് ഈ റിസൾട്ടെല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളിതിൻ്റെ അനാലിറ്റിസിറ്റി ചെക്ക് ചെയ്യാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അനാലിറ്റിക് ഫംഗ്ഷൻ ആവാൻ നമുക്കറിയാം കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആവണം. സോ അനാലിറ്റിസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എൽ എന്നിനാണ്. ആദ്യം അത് ഫംഗ്ഷൻ ആവണമല്ലോ. അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ആദ്യം അത് ഫംഗ്ഷൻ ആവണം, എന്നിട്ടാണ് പിന്നെ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? ക്യാപിറ്റൽ എൽ എൻ എടുക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം ഓഫ് z ഈക്വൽ ടു സ്മാൾ എൽ എൻ ഓഫ് മോഡ് z പ്ലസ് i ഇൻറ്റു ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് z. ദറ്റ് ഈസ് എൽ എൻ ഓഫ് മോഡ് z മീൻസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് i ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y/x. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് u എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. v എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y/x ആണ്. ഇനി നമ്മൾ എന്ത് കാണണം? കോഷി-റീമാൻ ഇക്വേഷൻ കാണണമെങ്കിൽ ux കാണണം. ux എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, പിന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി എക്സ് സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിൻ്റെ 2x. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ വി ഗെറ്റ് x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതുപോലെ uy കാണണം. uy ഈക്വൽ ടു 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2y എന്ന് വരും. നേരത്തെ പോലെ തന്നെ ലാസ്റ്റ് y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് v എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y/x ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1/1 പ്ലസ് y/x സ്ക്വയർ, y/x ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ. സോ 1/ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു -y/x സ്ക്വയർ. സോ ഇതും ക്യാൻസൽ ചെയ്ത് പോവും. വി ഗെറ്റ് -y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി vy ഈക്വൽ ടു ടാൻ ഇൻവേഴ്സിൻ്റെ 1/1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, ദെൻ y/xൻ്റെ കാണും. y/xൻ്റെ വൈയിലാണ് കാണുന്നത്. സോ 1/x കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ വി ഗെറ്റ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x. ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോവും. സോ വി ഗെറ്റ് x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ദറ്റ് ഈസ് വി ഗെറ്റ് ux ഈക്വൽ ടു x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, uy ഈക്വൽ ടു y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, vx ഈക്വൽ ടു -y/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, vy ഈക്വൽ ടു x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ.
So all the partial derivatives exist and they are functions of x and y. എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. താഴെയുള്ളത് എല്ലാത്തിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് 0 ആണെങ്കിൽ എക്സും 0 ആണ്, വൈയും 0 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെഡ് ലോഗ് സെഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ട് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0, വൈ നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ 0 ആൻഡ് വൈ നോട്ട് ഈക്വൽ 0. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എക്സിലും വൈയിലുള്ള ഫങ്ഷൻസാണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി യു എക്സ് ഈക്വൽ ടു വി വൈ ആവോ? യു എക്സും വി വൈയും സെയിം ആണ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, യു വൈയുടെ മൈനസ് ആണോ വി എക്സ് നോക്കുക. ശരിയാണ്. യു വൈ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. കോഷി റീമാൻ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്കെന്ത് പറയാം? ദി ഫങ്ഷൻ ഈസ് അനാലിറ്റിക് എന്ന് പറയാം. ദറ്റ് ഈസ് എൽ എൻ ലോഗ് സെഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സെഡ്, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം എന്താണെന്ന് പറയാം? അനാലിറ്റിക് ആണെന്ന് പറയാം. ഇനി അനാലിറ്റിക് ആണെങ്കിൽ എന്തുണ്ടാവും? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? നമുക്കറിയാം ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ യു എക്സ് പ്ലസ് ഐ വി എക്സ് ആണ്. അപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, യു എക്സും വി എക്സും. സോ വി ഗെറ്റ് ഡിനോമിനേറ്റർ കോമൺ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ മുകളിൽ എക്സ് മൈനസ് ഐ വൈ എന്ന് എഴുതും. എക്സ് മൈനസ് ഐ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എക്സ് മൈനസ് ഐ വൈനെ നമ്മൾ സെഡ് ബാർ എന്നാണ് പറയാം. സോ മുകളിലുള്ളതിനെ നമുക്ക് സെഡ് ബാർ എന്ന് എഴുതാം. സെഡ് ബാർ ഡിവൈഡ് ബൈ താഴെയുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് മോഡ് സെഡിൻ്റെ സ്ക്വയർ. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? മോഡ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം. സോ സെഡ് ബാർ ബൈ മോഡ് സെഡ് സ്ക്വയർ, സെഡ് ബാർ ബൈ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെഡ് ബാർ ബൈ മോഡ് സെഡ് സ്ക്വയർ നമുക്ക് സെഡ് ഇൻറ്റു സെഡ് ബാർ എന്ന് എഴുതാം. മോഡ് സെഡ് സ്ക്വയറിനെ സെഡ് ഇൻറ്റു സെഡ് ബാർ എന്ന് എഴുതാം. അപ്പോൾ സെഡ് ബാർ ക്യാൻസൽ ചെയ്ത് പോയാൽ 1 സെഡ്. അപ്പോൾ സാധാരണ കേസിലും നമുക്ക് എന്താണ് കിട്ടുക? ഡി ബൈ ഡി സെഡ് ഓഫ് ലോഗ് സെഡ്. ലോഗ് സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 സെഡ് തന്നെയാണ്. സോ ഹിയർ ആൾസോ വി ഗെറ്റ് ദി ഡെറിവേറ്റീവ് ഓഫ് എ ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് 1 സെഡ്. Now we have some problems, that is find the values of first one log minus 2. log minus 2ൻ്റെ വാല്യൂസ് കാണും. സോ നമ്മൾ സാധാരണ ഈ റിയൽ കേസിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ലോഗരിതം ഡിഫൈൻഡ് അല്ല, പക്ഷേ കോംപ്ലക്സ് കേസിൽ നെഗറ്റീവ് നമ്പറിൻ്റെ ലോഗരിതം കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ലോഗ് മൈനസ് 2 നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ലോഗ് മൈനസ് 2, ലോഗ് സെഡിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം, ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് സെഡ്. ഇവിടെ അപ്ലൈ ചെയ്താൽ ലോഗ് മൈനസ് 2 ഈക്വൽ ടു ലോഗ് മോഡ് മൈനസ് 2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് മൈനസ് 2. ദറ്റ് ഈസ് ലോഗ് മോഡുലസ് ഓഫ് മൈനസ് 2 മീൻസ് 2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് മൈനസ് 2. മൈനസ് 2 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. മൈനസ് 2നെ നമ്മൾ മൈനസ് 2 പ്ലസ് ഐ 0 എന്ന് എഴുതാം. എക്സ് മൈനസ് 2 ആണ്, വൈ 0. അതായത് ഇത് എവിടെ ഉണ്ടാവും? ആക്സിസിലാണ് ഉണ്ടാവുക. മൈനസ് 2 എന്ന് പറഞ്ഞാൽ അവിടെ വരും. നെഗറ്റീവ് റിയൽ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസും. അപ്പം നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് വരിക. നെഗറ്റീവ് റിയൽ ആക്സിസിൽ വരുമ്പോൾ ആർഗ്യുമെൻറ്റ് പൈ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് പൈ ആണ്. സ്മാൾ ആർഗ്യുമെൻ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 2n പൈ ആഡ് ചെയ്യണം. സോ ലോഗ് 2 പ്ലസ് ഐ ഇൻറ്റു പൈ പ്ലസ് 2n പൈ വേർ n ബിലോങ്സ് ടു സെഡ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലോഗ് 2ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിക്കുക, നമുക്ക് കിട്ടും 0.6932 എന്ന് കിട്ടും. പ്ലസ് ഐ ഇൻറ്റു പൈ പ്ലസ് 2n പൈ എന്നെഴുതാം. n ബിലോങ്സ് ടു സെഡ്.
Now next we move into another problem, that is second one, log minus 1 minus I. So this equal to log by definition modulus of minus 1 minus I plus I into argument of minus 1 minus I. That is log modulus of minus 1 minus I എന്ന് പറഞ്ഞാൽ root of minus 1 square plus minus 1 square plus I into argument of minus 1 minus I എന്ന് പറഞ്ഞാൽ സ്മാൾ ആർഗ്യുമെൻറ്റ് കാണാൻ ആദ്യം ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് പ്ലസ് 2nπ എന്ന് കണ്ടാൽ മതി. ആർഗ്യുമെൻറ്റ് ഓഫ് minus 1 minus I പ്ലസ് 2nπ where n belongs to z. ഇനി log root of 1 square plus 1 square means root 2 plus I into minus 1 minus I ആണ്. x equal to minus 1, y equal to minus 1. എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ ക്യാപിറ്റൽ ആർഗ്യുമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ഓഫ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് ആണ്. പ്ലസ് സ്മാൾ ആർഗ്യുമെൻ്റ് ആയതുകൊണ്ട് ഒരു 2nπ, അതായത് ഈ 2nπ ഉണ്ടാവും. So we get log root 2 plus I into minus of pi minus tan inverse 1 by 1 plus 2nπ. എന്ത് വരും? log root 2 plus I into tan inverse minus of pi minus tan inverse 1 എന്ന് പറഞ്ഞാൽ tan inverse 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ബൈ 4 ആണ് ടാനിൻ്റെ വാല്യൂ. പൈ ബൈ 1 കിട്ടുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. ടാൻ ഇൻവേഴ്സ് 1 വി ഗെറ്റ് പൈ ബൈ 4. സോ പ്ലസ് 2nπ ലോഗ് റൂട്ട് 2 പ്ലസ് I ഇൻറ്റു സിംപ്ലിഫൈ ചെയ്താൽ പൈ മൈനസ് പൈ ബൈ 4 മീൻസ് 4π മൈനസ് പൈ 3π ബൈ 4 മൈനസ് 3π ബൈ 4 പ്ലസ് 2nπ where n belongs to z. സോ ഇനി ലോഗ് റൂട്ട് 2ൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം. പ്ലസ് I ഇൻറ്റു മൈനസ് 3π ബൈ 4 പ്ലസ് 2nπ. ദാറ്റ്സ് ദ വാല്യൂ ഓഫ് ലോഗ് minus 1 minus I. Thank you.